2025 തന്നെ പെട്രോൾ ഡീസൽ കാറുകളേക്കാൾ അധികം ഇലക്ട്രിക് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് കാറുകൾ വിറ്റ ഒരു രാജ്യമുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ 98.9% ഇലക്ട്രിക് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ വിറ്റ രാജ്യത്തിന്റെ പേരാണ് നോർവേ. നോർവേയിൽ സെപ്റ്റംബർ മാസത്തിലെ മാത്രം ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന 98.3% റിപ്പോർട്ട്. 14,329 ഇലക്ട്രിക് കാറുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. 2024 സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് 11% വർധനവും ഉണ്ടായിട്ടുണ്ട്. ടെസ്ലയുടെ മോഡൽ Y SUV ആണ് നോർവേയിലെ ടോപ്പ് സെല്ലിംഗ് വാഹനം. ടെസ്ല മോഡൽ 3 ആണ് രണ്ടാം സ്ഥാനത്ത്. അടുത്തിടെ ഇന്ത്യയിലെത്തിയ വോൾവോ EX30 മോഡലാണ് വിൽപ്പനയിൽ മൂന്നാം സ്ഥാനത്ത്. കേവലം 0.2% മാത്രമാണ് പെട്രോൾ കാറുകൾ വിറ്റഴിച്ചിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡിന്റെ വിൽപ്പനയും 0.2%. അതേസമയം 0.7% ഡീസൽ കാറുകൾ നോർവേയിൽ വിറ്റഴിച്ചിട്ടുണ്ട്. 0.6% പ്ലഗ്-ഇൻ ഹൈബ്രിഡ് കാറുകളുടെ വിൽപ്പന. തുടർച്ചയായ മൂന്നാം മാസമാണ് നോർവേയിൽ ഏറ്റവും അധികം ഇലക്ട്രിക് കാറുകൾ വിറ്റഴിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 4 മാസമായി പെട്രോൾ കാറുകളേക്കാൾ അധിക വിൽപ്പന പ്ലഗ്-ഇൻ ഹൈബ്രിഡ് കാറുകൾക്കാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിച്ച നയങ്ങൾ വിൽപ്പനയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ മാത്രമുള്ള വാഹനങ്ങളുടെ വിൽപ്പന കുറയ്ക്കുക എന്ന ലക്ഷ്യവും നോർവേക്കുണ്ട്. ബജറ്റുകൾക്ക് ഇണങ്ങുന്ന മോഡലുകളും കാര്യക്ഷമമായ ചാർജിംഗ് സംവിധാനങ്ങളും ഉറപ്പാക്കുന്ന നയങ്ങൾ അവതരിപ്പിച്ചതിന്റെ ഫലമായാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ള കുതിപ്പെന്നാണ് വിലയിരുത്തൽ. ഭാവിയുടെ ഗതാഗത സംവിധാനമായാണ് ഇലക്ട്രിക് വാഹനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് മോഡലുകൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഓരോ മാസവും രജിസ്റ്റർ ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് നോർവേയിലെ ഈ സാഹചര്യം വ്യത്യസ്തമാവുന്നത്.